കേരളത്തിൽ ജനസംഖ്യയുടെ 16% ഒരു ജനവിഭാഗവും 2 സഹസ്രാബ്ദങ്ങൾ കൊണ്ട് കേരളത്തെ കെട്ടിപ്പടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സമുദായമാണ് കേരളത്തിലെ നായർ സമുദായം. കേരളത്തിലെ സാമൂഹ്യ, സാംസ്കാരിക, നവോത്ഥാന, വിദ്യാഭ്യാസ, ശാസ്ത്ര സാങ്കേതിക, ആത്മീയ രംഗങ്ങളിലെല്ലാം തന്നെ നായർ സമുദായത്തിൻ്റെ നിസ്തുലമായ സംഭാവനയുണ്ട്. മലയാളികൾ എന്നാൽ നായന്മാർ എന്നുള്ള ഒരു സിനോണിം തന്നെ ഉണ്ട്. ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടി ജീവബലിദാനം നൽകിയത് നായന്മാർ മാത്രമാണ്. പക്ഷേ ഒരു സത്യം പറയാതിരിക്കുവാൻ നിർവാഹമില്ല. എന്തെന്നാൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് നേരിട്ട നായർ വേട്ടയേൽക്കാലും അതിഭയാനകവും ഭീകരവുമായിട്ടുള്ള ഒരു നായർ വേട്ടയാണ് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 2016 മുതലുള്ള കാലഘട്ടങ്ങളിൽ നായർ സമുദായത്തിന് സ്വന്തം മാതൃ സംസ്ഥാനമായ കേരളത്തിൽ നിന്നും സ്വാഭാവിക നീതി ലഭിക്കുന്നില്ല. ഭൂപരിഷ്കരണം എന്ന ഒരു കുറ്റകൃത്യം സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. അതായത് ലോകത്തൊരിടത്തും ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമി പിടിച്ചെടുത്ത് മറ്റൊരു സ്വകാര്യ വ്യക്തിക്ക് നൽകുന്ന സമ്പ്രദായമില്ല. അത് നിയമപരമായി കുറ്റമാണ്. പക്ഷെ കേരളത്തിൽ അത് സംഭവിച്ചു. ആ തെറ്റ് ചെയ്തത് സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടം തന്നെയായിരുന്നു. പക്ഷേ ഇതിനെതിരെ അന്നത്തെ തലമുറ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാത്തത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിൽ അവർക്ക് സ്വാഭാവിക നീതിയുടെ ഒരു പങ്കെങ്കിലും ലഭിക്കുമായിരുന്നു. ഇന്ന് കേരളത്തിൽ സർക്കാർ ഓഫീസുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് നായർ സമുദായത്തെയും സമുദായത്തിലെ സ്ത്രീകളെയും അധിക്ഷേപിക്കുവാനുള്ള പ്രോഗ്രാമുകളും സെമിനാറുകളുമൊക്കെ നടക്കുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ, പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ യാതൊരു നിയമ നടപടി ഉണ്ടാകുമെന്നുള്ള ഭയവുമില്ലാതെ അവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നായർ സമുദായത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ ജനതാ വിമുക്തി പേരണിയുടെ നേതൃത്വത്തിൽ ധാരാളം പരാതികൾ, ഏകദേശം 50ലധികം പരാതികൾ കേരളത്തിലെ വിവിധ വകുപ്പ് മേധാവികൾക്കും അധികാരികൾക്കും, പ്രത്യേകിച്ച് പോലീസ് ഓഫീസർമാർക്ക്, DGP ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള പ്രതികരണവുമില്ല. ചില കേസുകളിൽ ജനതാ വിമുക്തി പേരണിയുടെ പ്രസിഡൻ്റ് അദ്ദേഹത്തിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അത് വളരെ വിചിത്രമായ ഒരു സംഭവം എന്ന് പറയുന്നത്, ആ മൊഴി രേഖപ്പെടുത്താൻ ഒരു പ്രാവശ്യം